ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ പ്രീതി മക്കളെ, ഓരോ ദിനവും കർത്താവ് നമ്മെ എത്ര അത്ഭുതകരമാവണ്ണം വഴി നടത്തുന്നു. അപ്പന്റെ കരങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നാം വീഴ്ന്നു പോകാൻ അപ്പൻ അനുവദിക്കുകയില്ല. ഓരോ ദിനം തരുംതോറും കർത്താവിന് വേണ്ടി നന്ദിയുള്ളവരായി തീരാം. സങ്കീർത്തനങ്ങൾ 73 അധ്യായത്തിൽ 23 വാക്യം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്: എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രീതി മക്കളെ, നമ്മുടെ വലം കൈക്ക് പിടിക്കുന്ന നമ്മുടെ അപ്പച്ചൻ. ഹല്ലേലൂയ. അത് പിന്നെ പറയുന്നുണ്ട്: നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നോക്ക്, ഈ സങ്കീർത്തനം ആസാഫിൻ്റെതാ. ആത്മീയത്തിൽ നിന്ന് നമ്മുടെ നോട്ടം തെറ്റിയാൽ നമ്മിൽ ഹല്ലേലൂയ പലവിധമായ വീഴ്ചകൾ സംഭവിക്കും. 73 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ എന്തെല്ലാമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 3:1 കാണാം: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പൊസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പ്രീതി മക്കൾ, നാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് നമ്മുടെ നോട്ടം മാറ്റിയാൽ ഹല്ലേലൂയ നമുക്ക് പലതും സംഭവിക്കും. അതായത് പത്രോസിന് യേശുവിൽ നിന്ന് നോട്ടം മാറ്റിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, കാറ്റിലേക്ക് അവന്റെ നോട്ടം അങ്ങ് മാറി. ആ നോട്ടം പിന്നെ മുങ്ങിപ്പോകലിലേക്കായി. അതായത് മത്തായി സുവിശേഷം 14 അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. 30 വാക്യത്തിൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. പലപ്പോഴും ഇതുപോലെയാ പല ജീവിതങ്ങളും. യേശുവിൽ നിന്ന് നോട്ടം മാറ്റുമ്പോഴാ നിലവിളിക്കാൻ തുടങ്ങുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ അപ്പനിലേക്ക് നമ്മുടെ നോട്ടമായിരിക്കണം. ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും അപ്പനിൽ നിന്ന് നോട്ടം മാറ്റാതെ ഹല്ലേലൂയ എൻ്റെ അപ്പൻ എന്നെ വഴി നടത്തും, എന്നെ കരത്തിൽ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയെ കർത്താപ്പച്ചൻ താങ്ങി നടത്തും. ഹല്ലേലൂയ. അവിടെ വിടുതൽ കാണാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്ക്, തകർച്ചയുടെ അങ്ങേ അറ്റം പറ്റിയപ്പോൾ ആസാബ് ദൈവ മന്ദിരത്തിൽ ധ്യാനിക്കുമ്പോൾ ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തതാ 73-23-24 വാക്യങ്ങൾ. നോക്കൂ, ദൈവം തന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാണെന്നും കാലിടറിയിട്ടും കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയിട്ടും വീഴാതിരുന്നത് എന്തുകൊണ്ടാ? യേശുപ്പൻ വലം കൈക്ക് പിടിച്ചത് കൊണ്ടാ. നോക്കൂ, നമ്മുടെ അപ്പൻ കൈ പിടിച്ചാൽ നാം ഒരിക്കലും വീഴുകയില്ല. ഹല്ലേലൂയ. അത്രമാത്രം ശ്രദ്ധയോടെയാ നമ്മുടെ അപ്പൻ നമ്മളെ കരം പിടിച്ച് നടത്തുന്ന. ഏത് വഴുവഴുപ്പിലാണെങ്കിലും ഹല്ലേലൂയ നാം വീണു പോകാതെ അപ്പൻ നമ്മളെ കരത്തിൽ വഹിക്കും. ഹല്ലേലൂയ. ഒരു കുട്ടിയെ ഒരിക്കലും തൻ്റെ അപ്പൻ വീഴുവാൻ സമ്മതിക്കുകയില്ല. അവൻ വീഴാൻ പോയാലും താങ്ങി പിടിക്കും. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ കർത്താപ്പച്ചൻ നമ്മെ ഹല്ലേലൂയ വീഴുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. പ്രിയ മക്കളെ, മർക്കോസ് സുവിശേഷം 1 അധ്യായം 31 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി അവൾ അവനെ ശുശ്രൂഷിച്ചു. പ്രിയ മക്കളെ, നോക്ക്, യേശു പത്രോസിന്റെ അമ്മായിയമ്മയുടെ കൈക്ക് പിടിച്ച്, പനി പിടിച്ച് കിടപ്പിലായ അമ്മായിയമ്മയുടെ കൈക്ക് യേശു പിടിച്ചപ്പോൾ പനി വിട്ടുമാറി. ഹല്ലേലൂയ. യേശു നമ്മുടെ കൈക്ക് പിടിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഹല്ലേലൂയ. തുടക്കത്തിൽ തന്നെ യേശു കൈക്ക് പിടിക്കും. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങളുടെ വിഷയത്തിന്റെ ആരംഭത്തിൽ തന്നെ യേശു കരം ചലിപ്പിച്ചാൽ അവിടെ വിടുതല. നമ്മെ യേശുവിനായിട്ട് സമർപ്പിച്ചേൽപ്പിക്കാം. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം തന്നെ 8 അധ്യായം 22 വാക്യത്തിൽ യേശു ഒരു കുരുടന്റെ കൈ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ യേശു കുരുടന്റെ കൈക്ക് പിടിച്ച് ഊരിന് വെളിയിൽ കൊണ്ടുപോകുക. എന്തുകൊണ്ടാണ് ഈ കുരുടനെ കൈക്ക് പിടിച്ച് ഊരിന് വെളിയിൽ കൊണ്ടുപോയത്? നോക്കൂ പ്രിയരെ, ഇതുവരെ ഹല്ലേലൂയ ഈ കുരുടൻ അവന്റെ ചുറ്റുപാട് മാത്രമാ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ യേശു കൈക്ക് പിടിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകൾ മാത്രമല്ല, ആ ദേശം വിട്ട് നാം ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്ത ഹല്ലേലൂയ ചിന്തയിൽ പോലും നോക്കി കാണാത്ത ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മുടെ പരിമിതികളും പരിസ്ഥിതികളും ഒക്കെ മാറ്റി പുതിയതായി നമ്മെ തീർക്കും.
ഹല്ലേലൂയ. അതായത് ഈ കുരുടന്റെ കൈക്ക് യേശു പിടിച്ചപ്പോൾ അവന്റെ സ്ഥിതി മാറി. അതുമാത്രമല്ല, ഹല്ലേലൂയ, പുതിയ ഒരാളായിട്ട് വീട്ടിലേക്ക് അയക്കുവാനും സാധിച്ചു. ഹല്ലേലൂയ. നമ്മുടെ അപ്പനാണ് നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നെങ്കിൽ പ്രിയരെ, നമ്മുടെ സ്ഥിതികൾ മാറി, ആളു മാറിയവനെ പോലെ നാം ആയിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ വിശ്വാസം കൈവിടരുത്. അപ്പന്റെ കൈക്ക് തന്നെ പിടിക്കണം. പ്രിയ മക്കളെ, മാനുഷികമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പല മനുഷ്യരുടെ കൈ പിടിക്കാൻ നോക്കും. പക്ഷേ മനുഷ്യരുടെ കൈ പിടിച്ചാൽ, നമ്മുടെ അതായത് നടക്കുന്നവരുടെ കൈക്ക് പിടിച്ചാൽ, അവർ ചിലത് കാണുമ്പോൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾക്ക് വരുമ്പോൾ അവർ കൈവിട്ടിട്ട് പോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 41-ാം ഒരു കുട്ടിയുടെ കൈക്ക് യേശുപ്പൻ പിടിച്ചതായിട്ട് കാണാം. നോക്കൂ, യായിറോസിന്റെ മകളുടെ കയ്യിലാ യേശു പിടിച്ചത്. 5:35 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കുട്ടി മരിച്ചു എന്നാ കാണാൻ കഴിയുന്നത്. നോക്കൂ, മരിച്ച മകളുടെ കയ്യിൽ യേശു പിടിച്ചു. സാധാരണയായിട്ട് എന്താ, ഹല്ലേലൂയ, യേശു കുട്ടിയുടെ കയ്യിൽ പിടിച്ചപ്പോൾ അവൾ പുതുജീവനിലേക്ക് തിരികെ വരുവാൻ കാരണമായി തീർന്നു. സാധാരണയായിട്ട് മരിക്കുമ്പോൾ കൈകൾ കൂട്ടിക്കെട്ടിയ അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ യേശു വന്നപ്പോൾ എന്താ, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിപ്പാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, യേശു നമ്മുടെ കൈക്ക് പിടിച്ചാൽ മരിച്ച അവസ്ഥകൾക്ക് മാറ്റം സംഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മെ കർത്താപ്പച്ച കരങ്ങളിൽ വഹിക്കുന്നത് കൊണ്ടാ നാം ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. എത്രയെത്ര തകർച്ചയുടെ അനുഭവങ്ങൾ, എത്രയെത്ര വീണു പോകേണ്ട അനുഭവങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അപ്പൻ നമ്മളെ ചേർത്ത് പിടിച്ചു. നമ്മുടെ കരത്തിൽ, അപ്പന്റെ കരത്തിൽ നമ്മെ വഹിച്ചു. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. പ്രിയമക്കളെ, ഇന്നത്തെ വചനം ഓരോരുത്തരെയും യേശു കരം പിടിക്കുന്നതായി തീരട്ടെ. യേശു കരം പിടിച്ചാൽ നമ്മുടെ ഭവനത്തിലെ സ്ഥിതികൾക്ക് മാറ്റം വരുവാനിടയായി തീരും. അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, കുട്ടികളുടെ പ്രശ്നങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, ഹല്ലേലൂയ, എല്ലാത്തിനും മാറ്റം വരും. നമ്മുടെ ഭവനത്തിന്റെ സ്ഥിതി, ഹല്ലേലൂയ, മറ്റുള്ളവർ നോക്കുമ്പോൾ ആശ്ചര്യം കൂറുമാറ്, ഹല്ലേലൂയ, നമ്മെ വഴി നടത്തും. പ്രിയ മക്കളെ, എല്ലാത്തിനും അപ്പച്ചൻ നമുക്ക് മറുപടി നൽകി തരും. അപ്പന്റെ കരം പിടിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ദിവസങ്ങളിൽ അപ്പന്റെ കരങ്ങളിൽ ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അപ്പനിലേക്കൊന്ന് ഹല്ലേലൂയ അടുത്തു വരിക. അപ്പ എന്റെ കരത്തിൽ പിടിക്കണമേ, അങ്ങയുടെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കായി തീരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്കിന്റെ വിശ്വാസത്തോടെ കർത്താപ്പച്ചന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവോ അവരുടെ മേൽ അപ്പന്റെ കരം ഒന്ന് നീട്ടണമേ. അപ്പ ഒന്ന് കരം നീട്ടിക്കൊടുക്കണമേ. അവർക്ക് കൈക്കൊന്ന് എത്തിപ്പിടിക്കുവാൻ എന്റെ അപ്പനൊന്ന് ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി അപ്പനിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അപ്പച്ചൻ ഓരോ മക്കളുടെ വിഷയങ്ങൾക്ക് മറുപടി കൊടുത്തിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അപ്പന്റെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം. കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇന്നും അപ്പൻ ശക്തനാണ്. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.